എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരുത്തിന് സ്പെഷ്യൽ സ്വാഗതമുണ്ട്. എൻ്റെ അനിയൻ ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നുണ്ട്. എൻ്റെ ഗുണങ്ങളൊക്കെ എന്തായാലും കാണിക്കും. എല്ലാം കിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടോ ആണല്ലേ, സഹിക്കണം. എന്തായാലും നമ്മുടെ ജിനേഷ് ബ്രോയുടെ ആ ഒരു നികത്താനാവാത്ത ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, നമ്മെപ്പോഴും അതേ കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആള് ഹോസ്പിറ്റലിൽ തന്നെയാണ്, അതിൻ്റെ ഒരു ടെൻഷനിലാണ്. പിന്നെ എൻ്റെ ചങ്കില്ലാതെ ആദ്യമായിട്ടാണ് ഞാനൊരു FTFS സിനിമ കാണുന്നത്. അത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. അതായത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് എൻജോയ് ചെയ്ത് ഭയങ്കര ത്രില്ലോടെ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമ. അതിലിപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അതാണ് എന്തായാലും ആൾ ഉടനടി വരും. എന്തായാലും ആ ഒരു ഗ്യാപ്പിലേക്ക് ചെറുക്കൻ വലിഞ്ഞു കയറിയിട്ടുണ്ട് അല്ലേ. ജിനേഷ് ബ്രോന്റെ സ്ഥാനം അവിടെ തന്നെ. ഓക്കെ. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയെക്കുറിച്ച് പറയാം. വെങ്കട് പ്രഭു, ഞാൻ കട്ട ആരാധകനാട്ടോ വെങ്കട് പ്രഭുവിൻ്റെ. അപ്പോൾ വെങ്കട് പ്രഭുവിൻ്റെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ മങ്കാത്ത, മാനാട്, ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. അതുപോലത്തെ ഒരു വെറൈറ്റി സിനിമ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ആൾ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ക കൊമേഴ്ഷ്യൽ, സാധാരണ ഒരു വിജയ് സിനിമ എന്നുള്ള രീതിയിലാണ്. അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു സങ്കടം, ടെൻഷൻ ആണല്ലേ. അത് വെറുതെ ഹൈപ്പ് കുറക്കാൻ വേണ്ടി അല്ല, ചിലപ്പോ ഹൈപ്പ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, എന്തായാലും നല്ല സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ആള് ഒന്നുമില്ലാതെ സിനിമ ചെയ്തത് ഒരൊറ്റ സിനിമ മാത്രമാണ്, കസ്റ്റഡി. അതെ. പിന്നെ മാസ് ഒരു വമ്പൻ പരാജയമായിരുന്നു. സൂര്യ പക്ക പോരാ. വിജയ് ഫാൻ ഉണർന്നു. വിജയ് ഫാൻ ഉണർന്നല്ല, സൂര്യന്റെ ഒരു മോശം സിനിമയിൽപ്പെട്ടൊരു പാട്ടാണ്. പക്ഷെ ഒരു വെറൈറ്റി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടല്ലേ. അങ്ങനെ ഒരു കാര്യം ആലോചിച്ചാല്, അതെ, ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ ഒരു സിനിമ ഒരുക്കിയിട്ട് അത് പരാജയപ്പെട്ടാലും അതിൽ അഭിമാനിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മാസ് ഈ വെങ്കട് പ്രഭുവിന്റെ പടാന്ന് ഞാൻ കുറച്ച് ഇപ്പൊ അടുത്താണ് അറിഞ്ഞത് കേട്ടോ. അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അന്ന് മുതൽ തന്നെ ഇയാള് വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ. അതെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഴുത്താണ് ആണ്ടത്, വളരെ മികച്ച സ്ക്രിപ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ. അതെ, വിജയുടെ കരിയറിൽ ഇനി, അതായത് സിനിമ കരിയറിൽ 2 സിനിമകളെ ഇനി ഉള്ളൂ എന്നുള്ളതാണ്. അതിലൊന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സങ്കടം ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ. അപ്പൊ നല്ലൊരു സിനിമ ആവേണ്ടത് ഗോട്ടാവണ്ടേ? ഗോട്ടാവും. അതിന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന്റെ അണിയറ പ്രവർത്തകരുടെ കോൺഫിഡൻസ് കണ്ടാൽ തന്നെ അറിയാം. അല്ല, എല്ലാ സിനിമക്കും കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷെ എന്നാലും കൂടുതൽ എനിക്കിങ്ങനെ തോന്നുക ഓരോ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ. എന്തായാലും ഇവരുടെ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് പ്രഭുദേവ, പ്രശാന്ത്, ലൈല, സ്നേഹ, വിജയ്, ഇത് പഴയ ടീമാണ്. അതൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അത് രസമായിരിക്കുമോ അതോ? എനിക്ക് ടെൻഷനുണ്ട്. അതായത് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ടീമല്ല, അത് എങ്ങനെ ആ കോമ്പിനേഷനൊക്കെ അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ എങ്ങനെ വർക്കാവുന്നുള്ളത് ഒരു ചോദ്യമാണ്. സെറ്റ് ആവും നോക്കിക്കോ. എന്തായാലും യുവാൻ ശങ്കർ രാജ പറയിപ്പിച്ചിട്ടുണ്ട്. ആളുടെ സോങ്സുകളെല്ലാം വളരെ മോശമാണ് അല്ലേ. അത് ഇന്റർവ്യൂവിൽ തന്നെ അർച്ചന കൽപ്പാത്തി പറയുണ്ടായിരുന്നു, ചില സോങ്സ് അത്രയ്ക്ക് അങ്ങോട്ട്. അതെ, അത് ചില സോങ്സ് ഒരു സോങ്സ് ആണ് ഉള്ളതിൽ ബെറ്റർ ഒരു സോങ്. അതായത് അതിലെ സ്നേഹന്റെ കൂടെ ഉള്ള അടിപൊളി പാടാം, അടിപൊളി. അതെ, പക്ഷെ ബാക്കിയൊക്കെ മോശം തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് അവ ഒരുക്കി വെക്കാൻ പോകുന്നത് അത് അറിഞ്ഞൂടാ. എന്തായാലും മാജിക്കൽ പരിപാടിയൊന്നും എന്തായാലും യുവാൻ ശങ്കർ രാജന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടോ? യുവാൻ ശങ്കർ രാജ കുഴപ്പമൊന്നുമില്ലാത്ത, അത് കണ്ട് കാര്യമില്ല, പുറത്ത് വന്നൊന്നും നല്ലതല്ലോ. ഇനിയും കുറച്ച് ഇനി BGM ഒക്കെ എന്താ എങ്ങനെയുണ്ട് നോക്കാം നാളെ. നോക്കാം. BGM ട്രെയിലറിലെ BGM ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സൂപ്പറായിരുന്നു. അതെ അതെ, അത് സൂപ്പറാ. എന്തായാലും ഞാൻ ഇവനോട് ഇടയ്ക്ക് പറയാറുണ്ട്, കുറച്ച് മുൻപ് വിജയിൻ്റെ കടുത്ത ആരാധകനായതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മളങ്ങനെ ചൊറിഞ്ഞു വരും. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു വിജയിനെ തന്നെ സഹിക്കാൻ വയ്യ, അപ്പോഴാണ് 2 എന്നുള്ളത്. ഇത് 2 അല്ല 3, ഇനി അതിൽ കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതും സാധാരണ വിജയുടെ എപ്പോഴും എന്താ പറയാറ്, എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും, എല്ലാ വിജയും ഒരുപോലെ തന്നെ ആയിരിക്കും, അച്ഛനും മകനും ഒക്കെ അല്ലേ. എന്നാൽ ഇതിൽ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വരികയാണ്. എന്തായാലും DH ലുക്കൊക്കെ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. മോശമാവാൻ ചാൻസ് ഇല്ല, മോശമാവാൻ സാധ്യത ഉണ്ടല്ലോ. അല്ല, അവരിത് വന്നില്ലേ, അതില് വെങ്കട് പ്രഭു ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നല്ലോ, അതിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറെ ആൾക്കാർ കുറ്റം പറയാനുള്ള ആൾക്കാരുണ്ടാവും, എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാ. ആ പക്ഷെ എന്തായാലും ഈ അതായത് ഞാനിപ്പോൾ വെറുതെ രസത്തിന് പറഞ്ഞതാണെങ്കിലും ഒന്നെന്നെ സഹിക്കാൻ വയ്യ, അതാ 2, 3 ആകുമ്പോൾ എന്തായിരിക്കും അത് ഞാൻ രസമായിട്ട് പറഞ്ഞതാണെങ്കിലും, പക്ഷേ സ്ക്രിപ്റ്റൊക്കെ കയ്യിൽ നിന്ന് പോയി ആകെ താറുമാറായി നിൽക്കുന്ന സമയത്ത് ഈ ലുക്കിലൊക്കെ വരുമ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ചിലപ്പോൾ. അത് പറയാൻ പറ്റില്ല. ആ അപ്പോൾ അതിലൊരു പേടി എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ. അതാവൂല, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ അതാവൂല, അങ്ങനെ ആവൂല. എന്തായാലും ഇതൊരു ഡിഫറെൻറ്റ് സിനിമയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ട്. അത് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പിന്നെ ഇത് ആദ്യം ആലോചിച്ചിരുന്നത് രജനീകാന്ത്, ധനുഷ് ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ ആയിരുന്നില്ലേ? ആ അപ്പോൾ ഇത് വലിയ സിനിമയല്ലേ, പിന്നെ കണ്ടന്റ് ആയിരിക്കുമല്ലോ. അതെ അതെ, അതാണ് ആ രണ്ടാളാണ് ഇപ്പോൾ ഒരാളായിട്ട് ചെയ്യണത്. അതെ, അപ്പോൾ അതിനുള്ള സാധനം ഉണ്ടാവും. ആ അതിനുള്ള വലിപ്പം ഉണ്ടാവണം. അതെ, അപ്പോൾ രജനീകാന്തും ഇത് എടുക്കണം, ധനുഷും എടുക്കണം. അപ്പോൾ അതിനുള്ള വലിയ കണ്ടന്റ് വേണം. അതെ, ആ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ, അതായത് അവരെ വെച്ച് വെങ്കട് പ്രഭു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വിജയ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുകൂടി പ്രതീക്ഷ കൂടിയിട്ടോ. ഇപ്പോൾ കൂടിയില്ലേ? ഭയങ്കരമായിട്ട് പ്രതീക്ഷ കൂടി. അല്ല നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോഴേ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ഞാൻ തിയേറ്ററിലായിരിക്കും, ഞാനും. അപ്പോൾ എന്തായാലും എന്താവുന്നുള്ളത് കണ്ടറിയാം. ഇനി റിവ്യൂ ആയിട്ട് വരാം. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിജയ്ക്ക് ഇനിയിപ്പോൾ 2-3 പടങ്ങളുള്ളൂ കരിയറിൽ, 3 അല്ല 2. അപ്പോൾ എന്തായാലും തകർക്കും. ആര് തകർക്കും? ഞങ്ങൾ തകർക്കും, നിങ്ങൾ ഫാൻസ്. അങ്ങനെ പറ. അതിനോടൊപ്പം വിജയ് തകർക്കും. വിജയ്ക്ക് എന്തായാലും അറിയാലോ, ഇനിയിപ്പോൾ 2 സിനിമകളുള്ളൂ. അപ്പോൾ നല്ല കണ്ടന്റ് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും കരുതാം അല്ലേ? പൊളിക്കും. എന്തായാലും ഇനി റിവ്യൂ ഇട്ട് തരാം. ഓക്കെ.